ഇപ്പോൾ ഈ കശുവണ്ടി മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ മുൻപൊക്കെ ചെറിയ ഫാക്ടറി തൊഴിലുടമകളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മേഖലയിൽ മൊത്തത്തിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് വ്യവസായികളായിട്ടുള്ള ചില തൊഴിലുടമകൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി വന്നതാണ് ആ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ. തോട്ടണ്ടി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് വ്യവസായം നടത്താൻ പറ്റില്ല. വിദേശത്തു നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്യണം. ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടിയുടെ പേര് 9.33% ടാക്സ് വർദ്ധിപ്പിച്ചു. അപ്പോൾ 100 രൂപ ഉള്ള തോട്ടണ്ടിക്ക് 109 രൂപയായി. അപ്പോൾ പരിപ്പിന് വില കൂടണ്ടേ? പരിപ്പാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞത് ഇറക്കുമതി ചെയ്യാനുള്ള വാതിലുകൾ തുറന്നിട്ട് കൊടുത്തു. അപ്പോൾ തോട്ടണ്ടിക്ക് വില കൂടി, പരിപ്പിന് വില ഇടിഞ്ഞു. അപ്പോൾ വായ്പ എടുത്ത ബാങ്കിലെ ആളുകളാകട്ടെ അടുത്ത വർഷം കൂടും എന്ന് പറഞ്ഞിട്ട് വായ്പ പുതുക്കി എടുത്തു. അവസാനം ഒരു വർഷവും കൂടുന്നില്ല, ഗതി കെട്ടു, ജപ്തി നടപടിയിലേക്ക് വന്നു. കേന്ദ്ര സർക്കാരും ധനകാര്യ മന്ത്രാലയവും സർഫാക്സ് ആക്ട് പ്രയോഗിച്ചു. കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നത് സഹിക്കാൻ വയ്യാത്ത ചില വ്യവസായികൾ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ കുറ്റക്കാർ രാജ്യം ഭരിക്കുന്ന ആളുകളാണ്.